ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ 5K ഫാമിലിക്ക് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ ആണ്. അത് കാരണം നിങ്ങൾ കമൻസ് ഇടാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും കമൻസ് ഇടുന്നൊന്നുമില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുന്നില്ല. അപ്പോൾ അതൊരു ചെറിയൊരു വിഷമം എനിക്ക്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കമൻസൊക്കെ ഇടണേ. വീഡിയോസ് ഇമ്പ്രൂവ് ആക്കാനും എന്തെങ്കിലും നിങ്ങളുടെ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നിങ്ങൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തരണേ. അപ്പം ഞങ്ങൾ വെക്കേഷൻ പ്രമാണിച്ച് ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ കുറച്ച് ലോങ് ജേണിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രാൻസ്പോർട്ട് ബസ്സിൽ രാവിലെ വെളുപ്പിനെ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നതല്ലേ, അതിലെന്താണ് പ്രത്യേകത? അതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം പെൺകുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നത് അത് വെളുപ്പിനെ രാത്രി ഒക്കെ ഒരു കംഫർട്ടായിട്ട് നമുക്ക് തോന്നില്ല. ഇപ്പോൾ എങ്ങനെ പോയാലും പിന്നെ സേഫ് ജേണി ഒക്കെ അതൊക്കെ നമ്മുടെ ലക്ക് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്ത ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് കയറിയത് നമ്മൾ തന്നെയാണ്. അത് കാരണം തന്നെ നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ നമ്മളെ പ്രത്യേകം കെയർ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണോ, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോവുകയാണോ, രാത്രി പോവുകയാണോ പകലാണോ, നിങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല കംഫർട്ടബിളായിട്ട് എത്തും. അതുകൂടാതെ പല സ്റ്റാൻഡിലും നിർത്തുമ്പോഴും അവർ നമ്മളെ പറഞ്ഞിറങ്ങുമ്പോൾ നമ്മളെ കെയർ ചെയ്യും. നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് വന്ന് നമുക്ക് നല്ലതായിട്ട് തന്നെ ജേണി പോകും കേട്ടോ. അതായത് ഞാൻ പറയുന്നത് 7-8 മണിക്കൂർ നമ്മളങ്ങ് ദൂരെ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വോൾവോ ബുക്ക് ചെയ്യാതെയും അതായത് AC ലക്ഷറി ബസ്സസ് ബുക്ക് ചെയ്യാതെയും നമുക്ക് എങ്ങനെയും പോകാം. ലോ ബഡ്ജറ്റിൽ നമുക്ക് പോകാം. പേടിക്കാനില്ല. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്. അപ്പം നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് കേട്ടോ. കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ഷീണിച്ചാലോ അല്ലേ? നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലോട്ട്. അപ്പം നമ്മൾ പോകുന്ന വഴി കുറച്ച് ആസ്വദിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീട്ടിലോട്ട് വരുന്നത്. മക്കൾ ഇപ്പോൾ 10th കൂടി ആയ കാരണം അവർക്ക് ലീവ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്ന് പെട്ടെന്ന് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം കൊണ്ട് നമ്മൾ വെക്കേഷൻ ആകുമ്പോഴാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. അങ്ങനെ കുറച്ച് നേരം മമ്മിയായിട്ടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കുഞ്ഞുങ്ങളെല്ലാം ഫ്രഷ് ആവാനൊക്കെ പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ഒരു അതിഥി ഉണ്ടായിരുന്നു, ഒരു പൂച്ച. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ആൻഡ് കമൻറ്റൊക്കെ ചെയ്യണേ ഫ്രണ്ട്സ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.